മറ്റോ അയലോകത്തുള്ള പിള്ളേരുടെ കൂട്ടത്തിൽ പറഞ്ഞു വിടും. കുഞ്ഞു കൊച്ചായപ്പം 3.5 വയസ്സ് 4 വയസ്സുള്ളപ്പോൾ ഇപ്പം മൂത്ത മോനെ പൈസക്കിരി കൊണ്ട് 1-ാം ക്ലാസ്സിൽ കൊണ്ട് ചേർത്തു. പിതാവിൻ്റെ ആ അന്വേഷണത്തിനും പിതാവിൻ്റെ ആ ഉപദേശത്തിലുമല്ലേ പൈസക്കിരിയാക്കി അത്രയും പുരോഗമിച്ച് ആയത്. 2-3 ദിവസം കിടന്നു ആശുപത്രിയിൽ, പനിയായിരുന്നു. 2-3 ദിവസം ആശുപത്രി, കൽപ്പൻ്റെ ആശുപത്രിയിൽ കിടന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പം മരിച്ചു പോയി. അമ്മച്ചിയൊക്കെ മലബാറിലേക്ക് കുടിയേറി വന്ന സമയത്ത് ഒരുപാട് പ്രാർത്ഥിച്ച് ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. വ്യക്തിപരമായ പ്രാർത്ഥനയും അതുപോലെ കുടുംബ പ്രാർത്ഥനകളും ഒക്കെ ഉണ്ടായിരുന്നു. അമ്മച്ചിയുടെ ജീവിതത്തിൽ അമ്മച്ചി തുടർന്നുകൊണ്ട് പോന്നിരുന്ന കുടുംബത്തിൽ തുടർന്നുകൊണ്ട് പോന്നിരുന്ന കുടുംബ പ്രാർത്ഥനാ രീതികൾ എങ്ങനെയൊക്കെയായിരുന്നു എന്നൊന്ന് പറയാമോ? കുടുംബത്തിൽ നമ്മൾ സന്ധ്യയാകും, പിള്ളേരെയൊക്കെ എല്ലാവരും വിളിച്ച് വീട്പണത്തിലുള്ള അങ്ങോട്ട് കൂടിയിട്ട് പിന്നെ കൊന്ത ചെല്ലും, മറ്റു പ്രാർത്ഥനകളൊക്കെ ചെല്ലും. പിള്ളേരെ അന്ന് വേദപാഠത്തിനൊക്കെ പിന്നെ അവരെ നമസ്കാരങ്ങളൊക്കെ പഠിപ്പിക്കുകയും വായിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ അങ്ങനെയൊക്കെ ഉള്ള ജീവിതം. പ്രാർത്ഥന എന്ന് നമ്മൾ കൊന്ത ചെല്ലും, അതാണ് കൂടുതലായിട്ടുള്ളത്. അല്ലാതെ വേറെ പ്രത്യേകിച്ചുള്ള പ്രാർത്ഥനകൾ അങ്ങനെ ഒന്നും സ്വന്തം വല്ലതൊക്കെ ചെല്ലുന്നതേ ഉള്ളൂ. സുഹൃദയമംഗളായിട്ടും മറ്റ് പിന്നെ പ്രാർത്ഥനകളൊക്കെ ആയിട്ടും. രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുമായിരുന്നു അമ്മച്ചി? ശാസനോ? അല്ല, രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുമായിരുന്നോ? രാവിലെ സ്വന്തം പ്രാർത്ഥനയേ ഉള്ളൂ, അല്ലാതെ കൂട്ടമായിട്ടുള്ള പ്രാർത്ഥന രാവിലെ ഇല്ല. രാവിലെ സ്വന്തം പ്രാർത്ഥിക്കും, വൈകിട്ട് മക്കളെല്ലാവരും കൂടെ കൂടിയുള്ള പ്രാർത്ഥന വൈകിട്ട്. അല്ലാതെ സ്വന്തം രാവിലെ നമ്മൾ എഴുന്നേറ്റ് പോകുമ്പോൾ എന്താ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് സ്വന്തം എല്ലാവരും അങ്ങനെയാണ്. പിള്ളേരാണേലും ഇങ്ങനെ കർത്താവിൻ്റെ മാലാഖ നമ്മൾ കൂടുതലും ചൊല്ലി, എത്രയും തേയുള്ള മാതാവൊക്കെ ചൊല്ലി അത് അങ്ങനത്തെ ഒരു പ്രാർത്ഥന കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് പോകും. അന്ന് കുട്ടികൾ, അമ്മച്ചിയുടെ മക്കളൊക്കെ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന മക്കളായിരുന്നു. അന്ന് വന്നു കഴിഞ്ഞ ഉടനെ തന്നെ സൺഡേ സ്കൂളിലെ ആവശ്യങ്ങളൊക്കെ എവിടെയായിരുന്നു? സൺഡേ സ്കൂളിൽ പഠിച്ചിരുന്നതൊക്കെ അന്ന് ഇടവക ആയിരുന്നോ ചന്ദനക്കാമ്പാറ? പൈസക്കിരിയില്ല പഠിച്ചുകൊണ്ടിരുന്നതൊക്കെ. പിന്നീട് ആയപ്പോഴത്തേനും ഇവിടെ ചന്ദനക്കാമ്പാറ ആയി വേദപാഠങ്ങളൊക്കെ. അമ്മച്ചിയുടെ മക്കൾ പഠിക്കുന്ന സമയത്ത് ചന്ദനക്കാമ്പാറയിൽ ആയിട്ടില്ല? ആദ്യത്തെ പിള്ളേരൊക്കെ ആയപ്പോഴത്തേനും പൈസക്കിരി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചന്ദനക്കാമ്പാറ ആയി. വേദപാഠവും കുർബാൻ പള്ളിയൊക്കെ അവിടെ ആയി. അന്നേരം അങ്ങോട്ട് ആദ്യം പൈസക്കരിയിൽ പിള്ളേർ അപ്പോൾ വേദപാഠത്തിനൊക്കെ പോകുന്നത് നടന്ന്, ചെറിയ പിള്ളേർ 1-ലും 2-ലും ഒക്കെ വേദപാഠത്തിന് പഠിക്കുന്നതൊക്കെ നടന്ന് നടന്ന് പോവുക. പൈസക്കരിക്ക് മറ്റോ അയലോകത്തുള്ള പിള്ളേരുടെ കൂട്ടത്തിൽ പറഞ്ഞു വിടും. കുഞ്ഞു കൊച്ചായപ്പം 3.5 വയസ്സ് 4 വയസ്സുള്ളപ്പോൾ ഇപ്പം മൂത്ത മോനെ പൈസക്കരി കൊണ്ട് 1-ാം ക്ലാസ്സിൽ കൊണ്ട് ചേർത്തു. അപ്പം നടന്നു പോവുക. അടുത്തുള്ള പിള്ളേരുടെ കൂട്ടത്തിൽ പറഞ്ഞു കുഞ്ഞാണേലും നടന്നു പോകും. അപ്പോൾ അമ്മച്ചിയും ചാച്ചനും ഞായറാഴ്ച കുർബാനയ്ക്ക് അവരുടെ കൂടെ പോകുമായിരുന്നു? എങ്ങനെയാണ്? ഞങ്ങൾ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകും. ഞായറാഴ്ച കുർബാന മുടക്കുകയില്ല, എല്ലാ ഞായറാഴ്ചയും പോകും. എത്ര ദൂരെയാണെങ്കിലും ഞായറാഴ്ച കുർബാന മുടങ്ങാതെ പള്ളിയിൽ പോകുന്ന കാര്യം വലിയൊരു ഇഷ്ടമാണ് താനും. എത്ര വിഷമിച്ചായാലും ഈസ്റ്റർ കൂട്ട് ക്രിസ്മസിനൊക്കെ ആയാലും രാത്രിയിലൊക്കെ പള്ളിയിൽ പോകുമായിരുന്നു. ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അമ്മച്ചി? രാത്രിയിൽ ഒരുമിച്ച് പള്ളിയിൽ പോകും? ഉണ്ണീശോ പോയി ഞങ്ങൾക്ക് ക്രിസ്മസ് ആയിരുന്നു. പിള്ളേരെ എല്ലാവരെയൊക്കെ കൊണ്ടുപോയി ഒരുക്കി ഉണ്ണീശോയുടെ പിറവി കാണാനൊക്കെ ആയിട്ട്. കരോളൊക്കെ ഉണ്ടായിരുന്നു? കരോളുണ്ടായിരുന്നു വീടുകളിൽ. അതിനുശേഷം അമ്മച്ചിയും ചാച്ചനും പിള്ളേരെയും കൂട്ടി പള്ളിയിൽ പോകും, പാതിരാ കുർബാനയ്ക്ക് പള്ളിയിൽ പോകും. ഈസ്റ്ററിനും അങ്ങനെയായിരുന്നു അമ്മച്ചി? പിള്ളേരെ എല്ലാം കൂട്ടി രാത്രി പള്ളിയിൽ പോകുക? രാത്രി പോക്ക് കുറവാണ്. പിള്ളേരൊക്കെ ആയപ്പോഴത്തേനും നേരം വെളുത്തിട്ടാണ് മിക്കവാറും ചിലപ്പം പോകുന്നത്. പൈസക്കിരി വരെ പോകേണ്ടതുകൊണ്ട് നടന്നൊക്കെ പോകണ്ടേ അല്ലേ? അപ്പൊ രാത്രിയിലുള്ള യാത്ര ബുദ്ധിമുട്ടായതുകൊണ്ട് ഓക്കെ. നമ്മുടെ വികാരിയച്ഛനൊക്കെ നമ്മുടെ ഇടവകയിൽ എല്ലാ കുടുംബങ്ങളിലും സന്ദർശനത്തിന് വരുമായിരുന്നല്ലോ. വികാരിയച്ഛൻ സന്ദർശനത്തിന് വീട് വെഞ്ചരിക്കാനൊക്കെ ആയിട്ട് വരുമായിരുന്നു. നമ്മുടെ അന്നത്തെ മെത്രാനായിരുന്ന മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവിനെ നേരിട്ട് കാണുന്ന സാഹചര്യങ്ങളൊക്കെ അമ്മച്ചിക്ക് ഉണ്ടായിട്ടുണ്ടോ? നേരിട്ട് കാണാൻ പൈസക്കിരിയിൽ വന്നിട്ടുണ്ടോ? നേരിട്ട് നമ്മൾ അടുത്തങ്ങനെ വർത്തമാനം പറഞ്ഞിട്ടൊന്നുമില്ല. എന്നാലും പലപ്പോഴും അടുത്ത് കണ്ടിട്ടുണ്ട്. നേരിട്ട് കണ്ടിട്ടുണ്ട്. നമ്പർ കണ്ടിട്ടുണ്ട്, ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. പിതാവ് പൈസക്കിരി പള്ളിയിൽ വരികയും വിശുദ്ധ ബലി അർപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്? പിന്നെ പല പ്രാവശ്യം വരികയും എല്ലാം പിതാവിൻ്റെ ആ അന്വേഷണത്തിലും പിതാവിൻ്റെ ആ
ഉപദേശത്തിലുമല്ലേ പൈസയ്ക്കൊക്കെ അത്രയും പുരോഗമിച്ച് ആയത്. പിതാവ് കുറേ സഹായിക്കുകയും ഒക്കെ ചെയ്തല്ലോ. തലശ്ശേരി രൂപതയിൽ നിന്നൊക്കെ പൈസക്കിരിക്കും, ചന്ദനയ്ക്കാൻ പാറയ്ക്കും എല്ലാം പിതാവിൻ്റെ സഹായം എമ്പടി കിട്ടിയിട്ടുണ്ട്. പിതാവിൻ്റെ പ്രാർത്ഥനയും പിതാവ് വരുമ്പോഴെല്ലാം ഇനി ഓരോ തരത്തിലുള്ള പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് പിതാവ് പറഞ്ഞു തരുമായിരുന്നു പ്രാർത്ഥനകളൊക്കെ. പിതാവ് വരുന്ന സമയത്ത് പിതാവിനെ കാണുന്നതിനായി തന്നെ ആൾക്കാർ ആഗ്രഹിക്കുകയും പോവുകയും ഒക്കെ ചെയ്തിരുന്നു. അതൊക്കെ ചെയ്തിരുന്നു. നമ്മളങ്ങനെ പോയില്ല, പെണ്ണുങ്ങളൊന്നും അങ്ങനെ പോയില്ല. ആണുങ്ങൾ കൈക്കാരനാർന്നപ്പം ചാച്ചൻ അങ്ങനെ എപ്പോഴും പോവുകയും കാണുകയും തലശ്ശേരിക്ക് തന്നെ ഓരോ ആവശ്യത്തിനൊക്കെ പോകും, പിന്നെ പിതാവിൻ്റെ അടുത്ത് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിതാവ് സംസാരിച്ചതിനെക്കുറിച്ചോ അല്ലെങ്കിൽ പിതാവുമായിട്ട് സംസാരിച്ചതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അമ്മച്ചിയോട് വന്ന് പറയുമായിരുന്നോ? പിതാവിന് അതൊന്നും നേരിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പിതാവിനെ കാണാനും സംസാരിക്കാനും ചാച്ചന് സാധിച്ചിട്ടുണ്ട്. ഉണ്ട്. അല്ലാതെ പിതാവുമായി സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ചൊന്നും പങ്കുവെച്ചതായിട്ട് ഓർക്കുന്നില്ല. പൊതുവായിട്ട് ഇടവക വരുമ്പം എല്ലാവരെയും പിതാവ് കാണും, ഞങ്ങളും എല്ലാവരും കാണുന്നു. അങ്ങനെയുള്ള അടുത്ത് നമ്മൾ അങ്ങനെ പറയുകയും ഒന്നും ചെയ്തിട്ടില്ല. അതിനുശേഷം അമ്മച്ചി പുതിയ ആളുകൾ മലബാറിൽ കുടിയേറി വന്ന സമയത്ത് അവരെ ഒരുപാട് പല കുടുംബങ്ങളെയും ഒരുപാട് പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിച്ച ഒരു കാര്യമായിരുന്നു മദ്യപാനം, അല്ലെങ്കിൽ മദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മദ്യപാനം മൂലം ഒരുപാട് പേര് ഒരുപാട് കഷ്ടതകളിലൂടെ ആ കാലഘട്ടത്തിൽ കടന്നുപോയി എന്നുള്ളതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അമ്മച്ചിയുടെ വന്ന കാലഘട്ടത്തിൽ നമ്മുടെ ഈ നാട്ടിലും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് മദ്യപാനം കാരണം കുടുംബത്തെ ഭയങ്കര ബഹളവും നശിച്ചു പോയ കുടുംബങ്ങളൊക്കെ ഉണ്ട്. അമ്മച്ചിയുടെ ഓർമ്മയിൽ അങ്ങനെ ഏതെങ്കിലും കുടുംബങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവിത സാഹചര്യങ്ങളോ ഒക്കെ ഉണ്ടോ? അവിടെ അടുത്തടുത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എന്തൊക്കെ സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് അമ്മച്ചി അന്നത്തെ കാര്യങ്ങൾ വല്ലതും ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. അവർ പിന്നെ ഒരാളുണ്ടായിരുന്നു, നമ്മളങ്ങ് ചന്ദനിക്കാൻ പള്ളിക്ക് പോകുന്ന അടുത്ത താമസം ഭയങ്കര കുടിയായിരുന്നു. അതിനെ പ്രന്നത്തെ ഉപദ്രവിക്കുകയും ഒത്തിരി മക്കളെയൊക്കെ ആയാലും ഉപദ്രവിക്കുകയും ഇവർക്കുകയും എല്ലാം എപ്പോഴും തെറി, ഭയങ്കര തെറി. പിള്ളേരൊക്കെ സ്കൂളിൽ പോവുകയാണെങ്കിൽ പിള്ളേരെയും കൂടെ തെറി പറയും വഴി വെച്ചൊക്കെ. അങ്ങനെയൊക്കെ പറയുന്ന ഒരു കുടുംബം ആർന്നത്. അയാൾ മരിച്ചു പോയി കേട്ടോ ഇപ്പം. അങ്ങനെയെല്ലാം ആയിട്ട് പാത്രങ്ങളെല്ലാം പെറുക്കി കിണറ്റിലിടുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ഭയങ്കര ഒരു സംഭവമായിരുന്നു ആ ചേട്ടന്. അങ്ങനെ സംഭവിച്ചിട്ട് അങ്ങനെ വേറെ പലരും ഉണ്ട്. അങ്ങനെ ഈ കള്ള് നമ്മുടെ കൂട്ടരും ഇത് ക്രിസ്ത്യാനിയായിരുന്നു. ഈ മറ്റുള്ള ജാതിക്കാരും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് പലതരത്തിൽ ശാരീരികമായ അസ്വസ്ഥതകൾ സ്ത്രീകൾക്കാണെങ്കിലും അല്ലാത്തവർക്ക് ഈ മദ്യപിക്കുന്നവർക്കാണെങ്കിലും പലതരത്തിലുള്ള അസ്വസ്ഥതകളും അങ്ങനെയൊക്കെ വരുമായിരുന്നല്ലോ. അപ്പോൾ ആശുപത്രി സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം ഇപ്പോൾ ഒരു അസുഖം തന്നെ വരിക, മദ്യപാനം മാത്രമല്ല അല്ലാതെ ഒരു അസുഖമൊക്കെ ആണെങ്കിലും വരുമ്പോൾ ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകൾ അന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകളായിട്ട് ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നിട്ടുണ്ട്. പലതരത്തിൽ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകളായി മാറിയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഇപ്പോൾ എന്തെങ്കിലും ഒരു അവശത ഒരാൾക്കുണ്ടായാൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് എങ്ങനെയായിരുന്നു? അതിപ്പം നമ്മുടെ അടുത്ത് ആണെങ്കിൽ നമ്മൾ സഹകരിക്കുന്നത്. അപ്പം നമ്മളിവിടെ അടുത്താണെങ്കിൽ എല്ലാവരും കൂടെ കൂട്ടി പിന്നെ കസേരയിൽ എടുത്ത് കെട്ടി നമ്മൾ തളിപ്പറമ്പിന് കൊണ്ടുപോകും. തളിപ്പറമ്പിന് കൊണ്ടുപോകും. ഞങ്ങളങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. റോഡുകൾ അന്ന് പയ്യാവൂര് വരെ ശ്രീകണ്ഠാപുരം വരെ അതെ, തളിപ്പറമ്പ് വരെയും കൂടെ ചുമന്നോണ്ട് പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തളിപ്പറമ്പ് വരെ ചുമന്നോണ്ട് പോയിട്ടുണ്ട്. രോഗിയെ ചുമന്നുകൊണ്ട് പോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആളുകൾ തന്നെ. അപ്പോൾ എങ്ങനെ കസേരയിൽ ഇരുത്തി കൊണ്ടുപോകും? കസേരയിൽ ഇരുത്തി പിന്നെ ഈ തണ്ടിയൊക്കെ ഒരുപോലത്തെ കെട്ടിയിട്ട് കസേര വെച്ചിട്ട് കെട്ടി കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഒരുപാട് സമയം വേണ്ടേ അവിടെയൊക്കെ എത്താനായിട്ട്? അപ്പോൾ ഒരുപാട് ഈ രോഗിയെ കൊണ്ട് തീരെ കൊണ്ടുപോയ രോഗി അത് മരിച്ചുപോയി. സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തളിപ്പറമ്പിൽ നിന്ന് മരിച്ചുപോയി. തളിപ്പറമ്പിൽ എത്തുന്നതിന് മുൻപ് മരിച്ചു. ആശുപത്രി കിടന്ന 2-3 ദിവസം കിടന്ന ആശുപത്രിയിൽ പനിയായിരുന്നു. 2-3 ദിവസം തളിപ്പറമ്പിൽ ആശുപത്രി കിടന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പം മരിച്ചുപോയി. അമ്മച്ചി ഇത് ഒരുപാട് യാത്ര ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അത് പോകുന്ന വഴിയിൽ മരിച്ചു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് അങ്ങനെ എനിക്ക് വലിയൊരു പരിചയം ഇല്ല. അങ്ങനെ എന്നാലും വളരെ വിഷമതകളായിരിക്കും അനുഭവിച്ചിട്ടുണ്ട്. ആശുപത്രിയിൽ കൊണ്ടുപോവുക ഒരു രോഗി. പിന്നെ പ്രസവ കേസുകളൊക്കെ ആശുപത്രി അന്ന് സാധാരണ ആശുപത്രി കൊണ്ടുപോക്കില്ല. പിന്നെ അങ്ങനെ എന്തെങ്കിലും വിഷമം കൂടുതലായിട്ടങ്ങ് വരുമ്പം അങ്ങനത്തെ ഇങ്ങനെ കൊണ്ടുപോകും ആശുപത്രിയിൽ. അങ്ങനെ കൊണ്ടുപോകുന്നവരെ വണ്ടി പിന്നെ അന്ന് ജീപ്പൊക്കെ ആയെന്ന് തോന്നുന്നു. അന്ന് കാലത്ത് ജീപ്പിലെങ്ങാനും കൊണ്ടുപോയി വഴിക്ക് പ്രസവം നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടില്ല. ഞങ്ങളുടെ അടുത്തൊരു ആളെ കൊണ്ടുപോയപ്പോൾ അങ്ങനെ വഴിക്ക് പ്രസവിച്ചു. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്.
കൃത്യസമയത്ത് ഈ വൈദ്യസഹായം ലഭിക്കാത്തതിൻ്റെ പേരിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയ ആളുകൾ വ്യക്തിപരമായിട്ട് അമ്മച്ചിക്ക് പരിചയമുള്ളവരുണ്ടോ? അമ്മച്ചിയുടെ അടുത്തുള്ളവരോ അമ്മച്ചിയുടെ കുടുംബത്തിൽപ്പെട്ടവരോ അങ്ങനെയൊക്കെ ഉണ്ടോ? കൃത്യസമയത്ത് ഡോക്ടറുടെ സേവനം ലഭിക്കാതെ പോയതുകൊണ്ട് സാഹചര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ യാത്രാ സൗകര്യങ്ങളൊക്കെ ഇല്ലാത്തത് കൊണ്ട് കൃത്യസമയത്ത് ഡോക്ടറുടെ ഒരു സേവനം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ബുദ്ധിമുട്ടായി പോയവർ പലരും ഉണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഇങ്ങനെ കൊണ്ടുപോയതായ അങ്ങനെ മരിച്ചു പോയി, പനി ആറുന്നു, അങ്ങനെ കിടന്നു, അങ്ങനെ കൊണ്ടുപോയി പുള്ളി മരിച്ചു പോയി. അങ്ങനെ പലരും ഇവിടങ്ങളിൽ കുറേ പിള്ളേരുകൾ ഒരു വർഷം നമ്മുടെ കൊച്ചു മരിച്ച അവസരത്തിൽ പല കുട്ടികൾ മരിച്ചുപോയി. 2, 3, 4 വയസ്സുള്ള പിള്ളേരുകൾ വളരെ അടുത്തൊക്കെ ഒരു 5-6 പിള്ളേർ മരിച്ചുപോയി ഇവിടുന്ന്. സൂക്കേടിന് ചികിത്സ അന്ന് ഇപ്പം നമ്മൾ പയ്യാവൂർ വരെ കൊണ്ടുപോകും. പയ്യാവൂരത്തെ ചികിത്സയിലൊക്കെ ചികിത്സയുടെ അകലേക്കൊന്നും കൊണ്ടുപോകില്ലല്ലോ. ചികിത്സയുടെ കുറവുകൊണ്ടാണോ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഏതായാലും അങ്ങനെ അന്ന് ആ കൊല്ലം കുറച്ച് പിള്ളേർ മരിച്ചുപോയി. അമ്മച്ചിയുടെ വീട്ടിൽ അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്? അമ്മച്ചിയുടെ കുടുംബത്തിൽപ്പെട്ട ആർക്കെങ്കിലും അത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായിട്ട് വന്നിട്ട് ഒരുപാട് ടെൻഷനിലൂടെ കടന്നുപോയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും സുഖക്കേടുകൾ വരുമ്പം പല വിഷമങ്ങളും പല അധികം വിഷമങ്ങൾ വന്ന് കടന്നു പോയിട്ടുണ്ട്. അനവധി അവസരത്തിൽ പല അവസരത്തിൽ പല വിഷമങ്ങളും ഉണ്ടായിട്ടുണ്ട്. നല്ല വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ജീവിക്കാൻ പറ്റിയാലും ഇവിടെ വിട്ടേച്ച് എങ്ങോട്ടെങ്കിലും ഇവിടെ നിന്ന് വിട്ടേച്ച് നമുക്ക് നാട് കടന്നേക്കാം, ഇവിടെ വിട്ട് പോയേക്കാം എന്ന് പോലും കൂടെ ചിന്തിച്ചിട്ടുണ്ട്. അത്രയ്ക്കുള്ള അനുഭവങ്ങളെല്ലാം പല പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ വന്ന് ആ കയറിയ സ്ഥലത്ത് തന്നെ ഇന്നും കിടക്കുന്നു. നമ്മൾ വിട്ടിട്ടൊന്നും പോയില്ല. നമ്മുടെ അടുത്ത് ഒപ്പമുള്ളവർ വന്ന ഭൂരിപക്ഷം ആൾക്കാരും വിട്ടിട്ട് പോയി. നമ്മൾ വിട്ടു പോയിരുന്നില്ല. പോകണം എന്നൊക്കെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഫലപ്രദമായില്ല, നടന്നില്ല. എല്ലാ വ്യക്തികൾക്കും ജീവിക്കാൻ വളരെ അത്യാവശ്യമുള്ള ഭക്ഷണവും മരുന്നും അല്ലേ അമ്മച്ചി? അതെ, തീർച്ചയായിട്ടും. അന്ന് ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടോ അമ്മച്ചി? ഭക്ഷണത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ഭക്ഷണം ഇല്ലാതിരുന്ന അവസ്ഥകളൊക്കെ ഭക്ഷണം ഇല്ലാതെ വന്നിട്ടൊന്നുമില്ല. പിന്നെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് ഓരോ തരത്തിലും വന്നിട്ടുണ്ട്, ഇല്ലാതെ ഇല്ല. അപ്പം നമ്മൾ എവിടെയെങ്കിലും ഉള്ളിടത്ത് പോയി അന്വേഷിച്ച് പോയി വാങ്ങിക്കൊണ്ട് വരും. അങ്ങനെയൊക്കെ ഒരുപാട് കുടുംബങ്ങളിൽ കേട്ടിട്ടുണ്ട്, പട്ടിണി കിടക്കുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ എന്നൊക്കെ. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അങ്ങനെയൊന്നും വന്നിട്ടില്ല. ബ്രാൻഡ് അനുഗ്രഹത്താൽ പട്ടിണിയൊന്നും വന്നിട്ടില്ല. അല്ല, അങ്ങനെയുള്ള കുടുംബങ്ങൾ അമ്മച്ചിയുടെ പരിചയത്തിൽ നമ്മുടെ ഈ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു? പട്ടിണി കിടക്കേണ്ടി വരുന്ന അത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന കുടുംബാംഗങ്ങൾ നമ്മുടെ ഈ നാട്ടിലൊക്കെ ഉണ്ട്. നമ്മളുണ്ട്. ഈ ഷിമോഗയിൽ നിന്ന് കുടിയിറക്കി വന്ന കഥ കേട്ടിട്ടുണ്ടോ? അവർ വന്ന കാലത്ത് കുറേ കുടുംബക്കാരെല്ലാം അവിടെ നിന്ന് വന്നത്. അവരെ വന്ന് താമസിപ്പിച്ചത് ഈ ചന്ദനയ്ക്കാൻ പറയാം. അപ്പോൾ അവർ വന്ന് ഓരോ കുടുംബത്തിൽ കൂടെ നമ്മുടെ കുടുംബത്തിൽ തന്നെ 1 വർഷത്തോളം ഒരു കുടുംബം വന്ന് താമസിച്ചു. ഒന്നും ഇല്ല അവർക്ക്, ഉടുതുണിയും ഇല്ലാതെ അവരെ ഇറക്കി വിട്ടത്. തലശ്ശേരി പിതാവാണ് അവർക്ക് ഭക്ഷണവും അവർക്ക് ഉടുക്കാൻ തുണിയും എല്ലാം മേടിച്ച് എല്ലാം കൊണ്ടുവന്ന് കൊടുത്ത് പിതാവ് വന്ന് പല പ്രാവശ്യം വന്ന് അവർ ചിങ്ങവക്കാരെല്ലാം അല്ലാതെ കുടിയിറക്കിയവരെ എല്ലാവരെയും രക്ഷിച്ച് അങ്ങനെ ആ അവസരങ്ങളിലൊക്കെ ഭയങ്കര വിഷമം, ഭയങ്കര ക്ഷാമം, ഭക്ഷണത്തിനും അതേ എല്ലാം വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള പലരും സഹായത്തിനായിട്ട് നമ്മളുടെ അടുത്തേക്ക് വരുന്ന സാഹചര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? സഹായം നമുക്ക് ഉണ്ടെങ്കിലും ഉള്ളത് കൂടി നമ്മൾ കുറച്ചാൽ കൊടുക്കും. നമുക്കും ഉണ്ടോ? അന്നത്തെ കാലത്ത് നമുക്കും ഒന്നും കാര്യമായിട്ടില്ലല്ലോ. ഈ കൃഷി ചെയ്ത് നല്ല കപ്പയോ എല്ലാം ഉണ്ടായെങ്കിലല്ലേ ഉള്ളൂ. വേറെ ഒന്നും പൈസയുടെ വേണമായിട്ടില്ലല്ലോ. ഉള്ളതുപോലെയൊക്കെ നമ്മൾ സഹായിച്ചിട്ടുമുണ്ട്. മലബാറിലേക്ക് കുടിയേറിയ കാലഘട്ടത്തിലെ അമ്മച്ചിക്ക് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളുണ്ടോ അമ്മച്ചി? ഒരിക്കലും ഇതുവരെ മറക്കാൻ പറ്റാത്ത, ജീവിതത്തിൽ എന്നും ഓർത്ത് വെക്കുന്ന എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ അമ്മച്ചിയുടെ ജീവിതത്തിലുണ്ടോ? ഇങ്ങോട്ട് കുടിയേറി വന്ന ആദ്യകാല ജീവിത കാലഘട്ടത്തിൽ അങ്ങനെ വലിയ മറക്കാൻ പറ്റാത്ത പോലെയുള്ള കാര്യങ്ങളൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല നമുക്ക്. പുതിയതായിട്ട് അമ്മച്ചി പുതിയ സ്ഥലത്തേക്ക് താമസം വരുന്ന സമയത്ത് ചാച്ചനുമായിട്ട് ഒരുമിച്ച് ജീവിച്ച ആ ഒരു കാലഘട്ടം, മക്കളും ഉണ്ടായ കാലഘട്ടം, 11 മക്കളെ വളർത്തിയ കാലഘട്ടം, ആ സമയത്തൊക്കെ ദൈവം ഇടപെട്ടു അല്ലെങ്കിൽ ദൈവത്തിന്റെ കരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ആ ഒരു അനുഭവം എങ്ങനെ പ്രത്യേകമായിട്ട് മനസ്സിൽ തോന്നിപ്പിച്ച എന്തെങ്കിലും ഒരു അനുഭവം? അത് മാത്രമേ ഉള്ളൂ നമുക്ക് തോന്നുള്ളൂ. ഇത്ര ഏതെല്ലാം വിഷമതകൾ വന്നാലും ദൈവം നമ്മളെ രക്ഷിക്കും, ദൈവം നമ്മളെ കാത്തു രക്ഷിക്കും. ദൈവത്തിൽ ശരണപ്പെട്ടു, അതേ ഉള്ളൂ. അതിന് വിഷമങ്ങളെ കൊണ്ട് പറയാൻ നോക്കുകയാണെങ്കിൽ വിഷമങ്ങളും പിന്നെ അപകടങ്ങളും പിന്നെ വന്നതേ പറയാനുള്ളൂ. അത് വിവരിക്കാൻ നോക്കിയാൽ തീരാത്ത മാതിരിയുണ്ട്. അതൊന്നും ചിന്തിക്കേണ്ട. വിഷമങ്ങളൊക്കെ ദൈവം നമ്മളെ എല്ലാത്തിൽ നിന്നും ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവം ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവം നമ്മളെ രക്ഷിക്കുകയും ചെയ്തു. അത് നമുക്ക് പരിപൂർണമായിട്ട്
അറിയാം ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ കൂടുതലായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളത് ഈ നിമിഷം വരെ അത് ധൈര്യമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ. അല്ലാണ്ട് മറ്റ് കുഴപ്പങ്ങളൊന്നും നമുക്ക് വന്നിട്ടില്ല. എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ദൈവത്തിൽ ആശ്രയിച്ചു. വിഷമങ്ങളൊക്കെ പലതരത്തിലും പലതും വന്നിട്ടുണ്ട്. അതൊക്കെ ദൈവത്തിന് സമർപ്പിച്ച് ദൈവം നമ്മളെ രക്ഷിക്കും എന്നൊരു ധൈര്യം മനസ്സിലുണ്ടായിരുന്നു. കാട്ടുമൃഗങ്ങളുടെ ശല്യത്തിലാണെങ്കിലും ഭക്ഷണം പോലും നമുക്ക് കഴിക്കാൻ ഇല്ല എങ്കിലും നശിപ്പിച്ച് കളഞ്ഞു. നമ്മൾ കൃഷി ചെയ്യാഞ്ഞിട്ടല്ല, മുഴുവൻ പന്നി കളഞ്ഞിട്ട് നശിപ്പിച്ചിട്ട് ഭക്ഷണത്തിനായാലും വിഷമങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ അതിലേക്ക് രക്ഷപ്പെട്ടു പോയി. അത് തന്നെ, അത്രയേ ഉള്ളൂ. ദൈവം കാത്ത് രക്ഷിച്ച് ഇവിടം വരെ വഴി നടത്തി. അത് തന്നെ. ദൈവം കാത്ത് രക്ഷിച്ചു എന്ന് അമ്മച്ചിക്ക് പ്രത്യേകമായിട്ട് എടുത്തു പറയത്തക്ക സാഹചര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതിപ്പം എല്ലാ സാഹചര്യങ്ങളിലും എടുത്തു പറയാനേ ഉള്ളൂ. അത് നോക്കുകയാണെങ്കിൽ എല്ലാ സാഹചര്യങ്ങളും ദൈവത്തിൻ്റെ ആ അനുഗ്രഹമാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് നമുക്ക് എല്ലാ ഇടപെടലുകളിലും എല്ലാ പരിപാടികളിലും ദൈവം നമ്മളെ പ്രത്യേകം കാത്തു രക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതെല്ലാം പറയാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ദിവസം 2 ദിവസം പറഞ്ഞാൽ തീരാത്ത രീതിയിലുള്ള പരിപാടികളെല്ലാം ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഈ മലബാർ വന്ന് ഇപ്പം തുടങ്ങിയിട്ടുള്ള ഇന്ന് വരെയുള്ള പറയുകയാണെങ്കിൽ അപ്പോൾ അതൊന്നും എല്ലാം ദൈവം എല്ലാത്തിൽ നിന്നും കാത്തു രക്ഷിച്ചു. അത് മാത്രമേ പറയാനുള്ളൂ. അമ്മച്ചി ആദ്യം വന്ന കാലഘട്ടത്തിൽ വളരെയേറെ കഷ്ടതകളിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് തിരിച്ചു പോയേക്കാം എന്ന് വരെ ചിന്തിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ഇവിടെ വന്നതിൽ സന്തോഷം തോന്നിയത് പിന്നെ എപ്പോഴാണ്? അല്ലെങ്കിൽ ഇവിടെ വന്നത് നന്നായി, ദൈവം എന്നെ ഇവിടെ എത്തിച്ചു എന്നുള്ള ഒരു സന്തോഷത്തിലേക്ക് കടന്നു വന്നതിന് എനിക്കെന്നാൽ അന്നും ഇന്നും സന്തോഷമാണ്. ഇവിടെ ചാച്ചനാണ് ഇങ്ങനെ ഈ വിഷമമെല്ലാം വന്നപ്പോഴത്തേനും നമുക്ക് ഇവിടെ വിട്ടിട്ട് പോയേക്കാം എന്നുള്ളത് പലപ്പോഴും പലവട്ടം പറഞ്ഞിട്ടുണ്ട്. എനിക്കെന്നാൽ അന്നാണേലും നമുക്ക് ഇവിടെ തന്നെ നിന്നാൽ മതി എന്നെൻ്റെ മനസ്സിലുണ്ട്. അതായത് പോകാൻ ചാച്ചന് തോന്നാൻ കാരണം ഞങ്ങളിവിടെ ഒരു 300 റബ്ബർ വെച്ച് ഇവിടെ പുറകുവശത്ത് അവിടെ ഇങ്ങനെ റബ്ബർ തൈ അന്ന് ആദ്യം റബ്ബർ വെക്കുന്നതാണേ. നല്ല തോട്ടം പിടിച്ച് റബ്ബർ തൈ വെച്ച് റബ്ബർ വെട്ടാറായപ്പോൾ തീ പിടിച്ചു പോയി. റബ്ബർ തീ പിടിച്ചു പോയി. ഇവിടെ മുഴുവൻ റബ്ബറായിരുന്നു. എന്തുകാർ പൈസ മുടക്കി എന്തുകാർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെട്ടിയില്ല, കത്തി വെച്ചില്ല. അന്നേരം റബ്ബർ ഈ കാട്ടുതീ അങ്ങനെ അവിടെ നിന്ന് നടന്ന് എങ്ങനെയോ വന്ന് തീ പിടിച്ചു പോയി. ആ തീ പിടിച്ച് പോയതോട് കൂടിയിട്ട് പിന്നെ നമുക്ക് ഭാവി എല്ലാം ഇല്ലല്ലോ. അപ്പോൾ അന്ന് മുതൽ ഇങ്ങോട്ട് വിട്ടേച്ച് പോകും. ഇവിടെ കിടക്കുന്നില്ല, ഇവിടെ വിട്ടേച്ച് അന്ന് മുതലാണ് ചാച്ചന് ഇവിടെ വിട്ട് പോയേക്കാമെന്നുള്ള ഉദ്ദേശം തോന്നിയത്. ഇങ്ങോട്ട് വരണ്ടായിരുന്നു പറഞ്ഞു. ഇപ്പോൾ ഇത് നഷ്ടപ്പെട്ടു പോയില്ലേ, അതുകൊണ്ട് ഇനി ഇത് വിട്ടേച്ച് വേറെ ഏതെങ്കിലും ഭാഗത്തോട്ട് പോയേക്കാം എന്നുള്ളൊരു ചിന്ത വിൽക്കാൻ വേണ്ടി ഒരുങ്ങിയൊക്കെ ചെയ്തു. പക്ഷേ അതൊന്നും നടന്നില്ല. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകുന്നു. ഇവിടെ വന്ന് താമസം തുടങ്ങിയ കാലത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരണ്ടായിരുന്നു എന്ന് തോന്നിയ ഒരു സാഹചര്യം? അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇങ്ങോട്ട് വരണ്ടാന്ന് മറ്റും തോന്നിയിട്ടില്ല. നമ്മളായാലും ഇവിടെ ആൾക്കാരോടൊക്കെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ. അന്നൊക്കെ 2-3 കൊല്ലം ആദ്യമൊക്കെ ഞാൻ വന്നുമായിരുന്നു. നമുക്ക് നാട്ടിൽ നമ്മൾ സുഖമായിട്ടൊക്കെ ജീവിച്ച് വെച്ചിട്ട് ഈ ഒന്നുമില്ലാത്തടത്ത് വന്നപ്പം അതൊരു ബുദ്ധിമുട്ടല്ലേ, ആർക്കാരും തോന്നും. അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ 1-2 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേനും അതൊക്കെ അങ്ങ് മാറി. ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾ മുന്നോട്ട് കഴിഞ്ഞു പോയി. അമ്മച്ചി വന്ന സാഹചര്യങ്ങളൊക്കെ അമ്മച്ചി പറഞ്ഞു. ഇപ്പോൾ ഈ വികസിച്ച അല്ലെങ്കിൽ ഇപ്പോഴുള്ള പുതിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചല്ലോ. ഇപ്പോഴത്തെ ഈ നമ്മുടെ നാടിനെ കാണുമ്പോൾ, നമ്മുടെ മലബാറിനെ കാണുമ്പോൾ അമ്മച്ചിക്ക് എന്താ തോന്നുന്നത്? ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ടായിരിക്കും. സന്തോഷം. നമ്മുടെ നാടിനേക്കാളും വളരെ പുരോഗതിയും വളരെ സൗകര്യവും എല്ലാം കൊണ്ടും നല്ലത് ഇപ്പം ഇവിടെ വാ. നമ്മുടെ നാട്ടിലെ വെച്ച് നോക്കുക. ഞങ്ങളുടെയൊക്കെ ഞങ്ങളുടെയൊക്കെ വീടിൻ്റെയൊക്കെ അവിടുത്തെ പരിസരം, അവിടുത്തെ ചുറ്റുപാട് നോക്കുവാണെങ്കിൽ ഇവിടം തന്നെയാണ് ഏറ്റവും നല്ലത്. ഇപ്പം വളരെയേറെ വികസനമുള്ളതും എല്ലാവിധ സൗകര്യങ്ങളും എല്ലാം കൊണ്ടുള്ളതും എല്ലാ സൗകര്യവും ഉള്ളത് ഇപ്പം ഈ മലബാറിൽ തന്നെയാണ്. റോഡുകള്, സ്കൂളുകള്, പള്ളികള് അങ്ങനെയെല്ലാം ഇവിടെ തന്നെ ഉള്ളത്. അതെല്ലാം ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് ഉണ്ടായെന്നായിരിക്കും തീർച്ചയായും എല്ലാവരും വിശ്വസിക്കുന്നു. ഇതുപോലെ ഇവിടെ ആൾക്കാർ അറിയുന്നും ഇതുപോലെ ഒക്കെ വികസനം ഉണ്ടാകുന്നു മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ലായിരുന്നു. ഇതുപോലെ ഒരു മനുഷ്യനെ കാണാൻ പോലെ ഇല്ലായിരുന്നു. കാട്ടുമൃഗങ്ങളുടെ ഒച്ച മാത്രമേ ഉള്ളൂ. 2-3 ഞാൻ വരുമ്പം 2-3 അങ്ങനെ അയൽവക്കംകാരുണ്ടായിരുന്നു. അത് കുറേ അകലത്തിലാണ്. ഒന്ന് കുറച്ചപ്പുറം, ഒന്ന് അങ്ങ് അപ്പുറം, അങ്ങനെ 2-3 കുടുംബക്കാരുണ്ടായിരുന്നുള്ളൂ. അത് കുറേ അകലത്തിലുമാണ്.
ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ജീവിക്കുന്ന പുതിയ തലമുറയോട് അമ്മച്ചിയുടെ കൊച്ചുമക്കളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ മക്കളോടും അമ്മച്ചിയുടെ ആ ഒരു ജീവിതത്തിലെ പ്രത്യേക അനുഭവങ്ങൾ, കടന്നു വന്ന കഷ്ടതയുടെ വഴികൾ, അതുപോലെ ദൈവാനുഗ്രഹത്തോടു കൂടി ജീവിക്കാൻ സാധിച്ച ഒരുപാട് വർഷങ്ങൾ, ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടുതൽ അനുഭവിച്ചറിഞ്ഞ ജീവിതമല്ലേ അമ്മച്ചിയുടേത്. അപ്പോൾ അമ്മച്ചിയുടെ ജീവിതത്തിലെ അനുഭവങ്ങളൊക്കെ വെച്ച് പുതിയ തലമുറയോട് അമ്മച്ചിക്ക് എന്താണ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്ത് ഉപദേശങ്ങളാണ് പുതിയ തലമുറയ്ക്ക് അമ്മച്ചിക്ക് നൽകാനുള്ളത്? പുതിയ നമ്മളെ മൂത്ത പിന്നെ പിള്ളേർക്കൊക്കെ അറിയാം, കഷ്ടതകളെല്ലാം അവർക്കറിയാം. അവരൊക്കെ കുറേ അനുഭവിച്ചവരവരൊക്കെ. പിന്നെ ഇപ്പോഴത്തെ തന്നെ കൊച്ചുങ്ങൾക്ക് അറിയാൻ മേലാത്തതുള്ളൂ. അതിപ്പം പറഞ്ഞു കൊടുക്കുന്നതിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല. അവർക്കിപ്പം ഇപ്പോഴത്തെ രീതിയിൽ അവർ പോവുള്ളൂ. പറഞ്ഞു കൊടുത്താലും അവർ അന്നത്തെ കാലത്തിനൊന്നും അവർ പോവുകയില്ല. അന്നത്തെ ആ ജീവിത രീതിയിലോട്ടൊന്നും അവർ മാറുകയില്ല പറഞ്ഞു കൊടുത്താലും. അപ്പം നമ്മളിങ്ങനെ പറയും, ഇപ്പോഴൊക്കെ ചില കാര്യങ്ങളൊക്കെ പറയും. എന്നാലും അതൊക്കെ അന്നത്തെ കാലമായിരുന്നു, ഇന്നിപ്പോൾ അതൊന്നും നടക്കില്ല എന്ന് അവർ പറയും. അപ്പം പിന്നെ ഇന്നത്തെ കാലം അനുസരിച്ച് അങ്ങ് പോവുക. അന്നത്തെ കാലത്ത് അന്ന് അങ്ങനെ കഴിഞ്ഞു പോയി. അങ്ങനെയൊക്കെയാണ് കഴിയുന്നത്. പഴയകാലം പറഞ്ഞിട്ടൊന്നും ഇപ്പം കാര്യമില്ല. പ്രാർത്ഥനയിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ കൂടുതൽ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ലഭിക്കുന്നതായിട്ട് അമ്മച്ചിയുടെ ജീവിതത്തിൽ നിന്ന് അമ്മച്ചിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ തലമുറയിൽ ആ പ്രാർത്ഥനാ ജീവിതം അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ ആശ്രയിച്ച് ജീവിക്കേണ്ടതിൻ്റെ ആ ഒരു താല്പര്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു താല്പര്യത്തിൽ കുട്ടികൾ ഉറച്ചു നിൽക്കുന്നില്ല എന്ന് തോന്നുന്നില്ലേ? അങ്ങനെയുള്ള ജീവിത രീതിയിലുള്ള വ്യക്തികളോട് എന്താ അമ്മച്ചിക്ക് പറയാനുള്ളത്? പ്രാർത്ഥന ജീവിതം ഇപ്പം പിള്ളേർക്ക് നമ്മൾ അവരുടെ അവർക്ക് അറിവിനനുസരിച്ച് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് അത് എല്ലാം പ്രാർത്ഥനയുടെ ശക്തിയാണല്ലോ. പിള്ളേർക്കും അത് മനസ്സിലാകുന്നുണ്ട്. പിള്ളേരും പ്രാർത്ഥനയിലാണല്ലോ. നമ്മുടെ പള്ളിയിലും വേദപാഠവും മറ്റു പഠിത്തങ്ങളും ഉപദേശങ്ങളും പുസ്തകം എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ച് നമ്മൾക്കുടെ അറിവിലുള്ള നമ്മൾ പറഞ്ഞു കൊടുത്താലും കൊടുത്തില്ലേലും അവർക്ക് അറിവ് കിട്ടുന്നുണ്ടല്ലോ. പല വഴികളിലൂടെ അവർക്ക് അറിവ് കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മളിപ്പോൾ അങ്ങനെ പഴയ കഥ പറഞ്ഞില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അവരെ അറിവ് അനുസരിച്ച് അവർ ജീവിച്ചു പോകുന്നു. പുതിയ കുട്ടികൾക്ക് അറിവ് ലഭിക്കാനായിട്ടുള്ള പല മാർഗങ്ങളും ഉണ്ട്. നമ്മുടെ ദേവാലയങ്ങൾ, വൈദികരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, മതാധ്യാപകരുണ്ട്. ഉപദേശങ്ങൾ പിള്ളേർക്ക് അന്നത്തേനേക്കാളും ഇപ്പം സന്മാർഗം നല്ല വഴി പോകാനുള്ള ഇപ്പോഴാണ് ഉള്ളത്. പിള്ളേർക്ക് ക്ലാസ്സുകളുണ്ട്, പിന്നെ സെമിനാറുകളുണ്ട്, അങ്ങനെയെല്ലാം ഉണ്ടല്ലോ. അങ്ങനെ പല ഉപദേശങ്ങൾ അവർക്ക് നല്ല വഴി പോകാനാണെങ്കിൽ ഉണ്ട്. പിന്നെ ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞു കൊടുക്കേണ്ട വലിയ കാര്യമൊന്നുമില്ല. എന്നാലും നമ്മൾ വല്ല നിസ്സാരം വല്ലതൊക്കെ നമുക്ക് തോന്നുന്നു പറയും കേട്ടോ. പഴയ ഭഗയൊക്കെ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അമ്മച്ചിയുടെ ഇത്രയും വളരെ സന്തോഷം നിറഞ്ഞ ജീവിതം, ഇത്രയും ദൈവാനുഗ്രഹം നിറഞ്ഞ ജീവിതം നമുക്ക് എല്ലാവർക്കും അറിയുന്നതിന് വേണ്ടി, പുതിയ തലമുറയ്ക്ക് മാതൃകയാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനും എല്ലാവർക്കുമായിട്ട് പങ്കുവെക്കാൻ അമ്മച്ചി കാണിച്ച ഈ നല്ല മനസ്സിന് പ്രത്യേകം നന്ദി പറയുകയാണ്. ഒത്തിരി നന്ദി. അതോടൊപ്പം തന്നെ അമ്മച്ചിയുടെ ജീവിതം എല്ലാവർക്കും ഒരു പ്രചോദനമായിട്ട് തീരട്ടെ. കൂടുതൽ പ്രാർത്ഥനയിൽ ആശ്രയിച്ച് ജീവിക്കാനും, അതുപോലെ തന്നെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചാൽ മുന്നോട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നന്മകളെക്കുറിച്ച് പുതിയ തലമുറയ്ക്ക് ബോധ്യപ്പെടാനും ഒക്കെ കാരണമായി തീരട്ടെ അമ്മച്ചിയുടെ ജീവിതം എന്ന് നമ്മളെല്ലാവരും ആശംസിക്കുന്നു. അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി.